ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്തിനാ എടുക്കെടുക്കാണല്ലോ വരുന്നതൊക്കെ വിചാരിക്കുന്നുണ്ടാവുമ്പോൾ നിങ്ങളെല്ലാം എനിക്കറിയാം. അതിത്തിരി ആരോഗ്യമൊക്കെ കുറച്ച് ക്ഷീണവും കാര്യങ്ങളും, ക്ലൈമറ്റ് ചൂടും കാര്യങ്ങളും, ഇടയ്ക്ക് ചൂടും ഇടയ്ക്ക് അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ വലിയ റെസിപ്പി ഒന്നുമല്ല, ഒരു സിമ്പിൾ. അല്ല, അതിനെപ്പറ്റി റെസിപ്പിനെ പറ്റി പറയണക്കാട് മുമ്പ് ഞാൻ അമ്മ ഈ പറഞ്ഞ കാര്യത്തിനൊരു ഉത്തരം ഞാൻ നൽകാം കേട്ടോ. ഇപ്പോൾ ഒരു 3 ദിവസം അടുപ്പിച്ച് നോൺ വെജ് കഴിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ പച്ചക്കറി ഒന്ന് കഴിക്കണമെന്ന് തോന്നും. പ്രത്യേകിച്ച് എന്തുകൊന്നറിയോ, ഒരു പരിപ്പ് കറിയൊക്കെ കൂട്ടി ഉരുളക്കിഴങ്ങ് കെട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കറി കൂട്ടണം കേൾക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് തോന്നും ഒരു മീൻചാറ് കൂട്ടിയൊരു ഭക്ഷണം കഴിച്ചാലോ എന്ന്. ഇതെല്ലാം മടുക്കുമ്പോൾ മനുഷ്യനെന്തുവെന്ന് അറിയോ, ഇത്തിരി മധുരം വരെ കഴിച്ചാലോ അല്ലേ? മനുഷ്യ മനസ്സ് അങ്ങനെയാണ്. ഒന്നിനും തൃപ്തനല്ല, ഒന്നും ശാശ്വതവുമല്ല. പരിപ്പ് ഉരുളക്കിഴങ്ങ് ഞാനിതാ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പ് ഇനിയിപ്പോൾ വേവാൻ താമസമല്ലേ, അപ്പം ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഒരു സവോള, ഒരു ചെറിയ തക്കാളി, കുറച്ച് പച്ചമുളക്, 2 പച്ചമുളക്, പിന്നെ അരപ്പ് മുളകും മല്ലി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് പുളി, ലേശം, എന്താ പറഞ്ഞാൽ അധികം പുളി ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ച് പുളി, മഞ്ഞളൊക്കെ കൂട്ടി അരച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് മല്ലി, മുളകും വറുത്തതല്ല, വറുക്കാണ്ട് അരച്ചിട്ടുള്ളതാണ്. മല്ലി, മുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് പുളി, പിന്നെ ഒരു ഇത്തിരി മല്ലിയിലയും കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ, അത് മറന്നു. ഓക്കെ, ആര് കൂട്ടിയിട്ടുണ്ട്? അമ്മ കൂട്ടിയോ? അപ്പോൾ അങ്ങനെ സബോള വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് അവിടെ കിടന്ന് വേവട്ടെ. ഓക്കെ, ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഞാൻ അതിൽ അരക്കുന്നതിൽ കുറച്ചിട്ടുണ്ട്, എന്നാലും കുറച്ചിടണം. പിന്നെ ഈ തക്കാളി പച്ചമുളകും കൂടി ഇട്ടു. എന്നിട്ട് ഇത് അവിടെ കിടന്ന് വേവണം. അപ്പോൾ പൊതുവേ നമ്മൾ മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ് കേട്ടോ. പൊതുവെ എന്താ പറഞ്ഞാൽ, ഒന്നിനും മനുഷ്യൻ തൃപ്തനല്ല എന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ, ഒന്നിനെയും മനുഷ്യൻ അമിതമായി ആഗ്രഹിക്കരുത് എന്ന് വെച്ചാൽ, അമ്മയ്ക്ക് ഇപ്പോൾ കുറച്ച് ദിവസം നോൺ വെജ് കഴിക്കണമെന്ന് മാത്രം തോന്നി. അമ്മ അടുപ്പിച്ച് നോൺ വെജ് മാത്രം കഴിക്കുമ്പോൾ അമ്മയ്ക്കത് മടുക്കും. അല്ല, ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം, അമ്മയ്ക്ക് ഒരിക്കലും തോന്നുന്നില്ല, ഞാൻ പറയുകയാണ്. പിന്നെ പച്ചക്കറി കഴിക്കുമ്പോൾ തോന്നും ഇത്തിരി മീൻ കഴിക്കും. ഇത് എല്ലാം കഴിക്കുന്ന വ്യക്തികളോടാണ് ഞാൻ പറയണം കേട്ടോ. പച്ചക്കറി മാത്രം കഴിക്കുന്ന വ്യക്തികളോ, അമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ അമ്മ നിൽക്കുമ്പോൾ അമ്മയല്ലേ, ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റില്ലോ. അതും മനുഷ്യ ജീവിതവും മനുഷ്യൻ്റെ മനസ്സും തമ്മിലൊരു ബന്ധമുണ്ട്. ഒന്നിലും നമ്മുടെ അമിതമായ പ്രതീക്ഷ വെക്കരുത്. ഇപ്പം അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ടെന്ന് വെച്ചോളൂ. അമ്മയ്ക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അമ്മയുടെ ജീവനക്കാരിലും വലുതാണ് ഞാൻ. ചുമ്മാട്ടാ, കാര്യമായിട്ടല്ല, അമ്മ അങ്ങനെ അഹങ്കരിക്കരുത്. അങ്ങനെയാണ് ഞാൻ. എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് ഒരുപാട് വിഷമാവും. കാരണം എന്താ പറഞ്ഞാൽ, അമ്മ എന്തോ ഒരു കാര്യം എന്നോട് പറഞ്ഞു, ഞാൻ ആ കാര്യത്തെ തെറ്റിദ്ധരിച്ചിട്ട് ഒരു 50 വട്ടം ഞാൻ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു അറിയോ, ആകെ ഞാൻ വിശ്വസിച്ച ഇവരെ മാത്രമാണ്. ഇവൻ പോലും എന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള ചിന്ത അത് എന്തുകൊണ്ടാണ് വരുന്നതെന്നറിയോ. ഈ ഭൂമിയിൽ ഒരു ബന്ധവും ശാശ്വതമല്ല എന്ന് വെച്ചാൽ, ബന്ധങ്ങളുടെ നിറം മാറിക്കൊണ്ടേ ഉണ്ടാവും. ഇപ്പോൾ കാലാവസ്ഥകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, മുൻകൂട്ടി നമുക്കറിയാൻ പറ്റും. ഇനി വരാൻ പോണത് വേനൽക്കാലമാണ്, അതിനുശേഷം വരാൻ പോണത് മഴക്കാലമാണ്, പിന്നീട് വരാൻ പോകുന്നത് തണുപ്പ് കാലമാണ്. അങ്ങനെ എല്ലാ കാലങ്ങളും നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. പക്ഷെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഭാവവ്യത്യാസങ്ങളും അത് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ വിശ്വസിച്ച വ്യക്തികൾ, ഇവരൊരിക്കലും മാറില്ല എന്ന് വിചാരിച്ച വ്യക്തികളൊക്കെ മാറിപ്പോകുന്ന നിമിഷം നമ്മൾ തകർന്നു പോകും. കാരണം എന്താ പറഞ്ഞാൽ, അതിനു വേണ്ടിയാണ് കാരണന്മാർ പണ്ടേ പറയണത്, ഒരാളിലും അമിതമായി ഒന്നും അർപ്പിക്കരുത്. കാരണം അമിതമായതെല്ലാം വിഷത്തിന് തുല്യമാണ്. ഒരുപാട് സ്നേഹം ഒരു കാലത്തും എൻ്റെ മനസ്സ് നോവുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് അറിയാതെ പെരുമാറില്ല എന്ന് പറഞ്ഞ വ്യക്തികളടക്കം ചില നിമിഷങ്ങളിൽ അങ്ങനെ ആയിപ്പോകുമ്പോൾ മനസ്സ് തകർന്നു പോകും. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണ് ആദ്യം ചോദിക്കുകയാണ്. ഏറ്റവും വലിയ സന്തോഷം എന്താണ് എന്ന് വെച്ചാൽ, നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ നമുക്ക് നല്ലതിടക്കും നമുക്ക് സന്തോഷം ഉണ്ടാവും, സ്വാഭാവികം. ഒരു സ്വർണ്ണമാല മേടിച്ച് തരുമ്പോൾ സന്തോഷം ഉണ്ടാവും, ഒരു സാരി മേടിച്ച് തരുമ്പോൾ സന്തോഷം ഉണ്ടാവും, അങ്ങനെ എല്ലാം ഉണ്ടാവും. പുറത്ത് കൊണ്ടുപോയി ഒരു ഭക്ഷണം മേടിച്ച് തരുന്ന സന്തോഷം, എന്തിനും ഒരു ലോട്ടറി അടിക്കുമ്പോൾ പറയേ വേണ്ട, ഭയങ്കര വലിയ സന്തോഷമായിരിക്കും. അതിനെക്കാട്ടിലൊക്കെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത
അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ചിന്തയിലും കൂടി വരാത്തൊരു സന്തോഷം നമുക്കുണ്ടാവും. അതെന്തായിരിക്കും എന്ന് വെച്ചാൽ വില കൊടുത്ത് വാങ്ങിച്ച് കിട്ടുന്നതിനേക്കാട്ടിലും വലിയൊരു സന്തോഷം മനുഷ്യ ജീവിതത്തിൽ എന്താണ്? അതെന്താ അറിയോ, നമ്മൾ ചിലരെ ഒരുപാട് അങ്ങോട്ട് അടുത്ത് അറിയില്ല, അവരെക്കുറിച്ച് നമുക്ക് വലിയൊരു മതിപ്പൊന്നും ഇല്ല, നമ്മൾ അവരെക്കുറിച്ച് ഒരുപാട് അങ്ങ് എന്താ പറയുക, എല്ലാവരും നമ്മൾ ഒരുപാട് സ്നേഹിക്കില്ലേ, അതുപോലെ ഒന്നും അവർക്ക് നമ്മുടെ മനസ്സിലോ നമ്മുടെ ജീവിതത്തിലോ ഒരു സ്ഥാനമൊന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ ചിലർ എത്രയോ പേര് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. എന്താ പറയുക, എല്ലാവരും നമ്മൾ ഒരേപോലെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് സ്ഥാനം കൊടുക്കാനോ ഒന്നും എല്ലാവരും കൊണ്ടും കഴിയില്ല. നമുക്ക് പ്രിയപ്പെട്ട ചിലരുണ്ടാവും. പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുപാട് സ്നേഹിക്കും, ഒരുപാട്. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് നമ്മൾ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, ഹായ് ബായ് എന്ന് പറയുന്ന ആ ഒരു ബന്ധം ഉണ്ടാവും അവരോട്. അങ്ങനെയുള്ളവർ മറ്റൊരാളോട് പറയണം നമ്മളെക്കുറിച്ച് എന്ത്, അയ്യോ അവരെന്ത് നല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞിട്ട് ആ പറഞ്ഞ ആൾ നമ്മളോട് വന്നിട്ട് പറയണം, ഇന്ന ആൾ നിങ്ങളെക്കുറിച്ച് എന്ത് നല്ല അഭിപ്രായം അറിയുക, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ നല്ലത് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. കാരണം നമ്മൾ അവരെ പരിഗണിച്ചിട്ടേ ഇല്ല, നമ്മൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് എന്തോ ഒരു പരിഗണന കൊടുത്തിട്ടേ ഇല്ല. അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ നല്ലത് പറയുക എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. എൻ്റെ ഇതിൽ അങ്ങനെയുള്ളൊരു സന്തോഷം, ഒരുപാട് സന്തോഷം. ദ ബിഗ്ഗസ്റ്റ് പ്രസൻറ്റേഷൻ ഓഫ് ദി ലൈഫ് എന്ന് വെച്ചാൽ എന്നും മനസ്സിൽ വെക്കാൻ പറ്റിയ ഒരു വലിയൊരു സമ്മാനം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വില മതിക്കാത്ത അല്ലെങ്കിൽ വില കൊടുക്കാത്ത അല്ലെങ്കിൽ ഒരുപാട് പ്രാധാന്യം ജീവിതത്തിൽ കൊടുക്കാത്തത് എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച വ്യക്തികൾ നമ്മളറിയാതെ ഏതോ ഒരു വ്യക്തിയോട് നമ്മളെ പറ്റിയിരുന്ന വളരെ നല്ല അഭിപ്രായം പറഞ്ഞ് ആ വ്യക്തി പറഞ്ഞ് ഇന്ന വ്യക്തി നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടാൻ വന്നത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം, ചിലപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരിക്കാം, ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്ത ദുഃഖം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഈ ലോകത്തെ സഞ്ചാരികളാണ്. ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവില്ല. ഇന്ന് ആരോഗ്യം ഉണ്ടാവും, നാളെ ആരോഗ്യം ഉണ്ടാവില്ല. ഇന്ന് നടക്കുന്നുണ്ടാവും, നാളെ നമ്മൾ കിടപ്പിലാവും. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടാവും, നാളെ നമ്മൾ മരിച്ചു പോവും. അതൊക്കെ എന്താ പറയുക, പ്രകൃതി നിയമമാണ്. അതിനെയൊന്നും നമ്മൾ ഒരിക്കലും നഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. അത് സംഭവിച്ചേ പറ്റൂ. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. മരണത്തിന്റെ ദുഃഖം പോലും സഹിക്കാൻ നമുക്ക് ഭഗവാൻ ഒരു ശക്തി തരും. അതില്ലാത്തത് എന്താ അറിയോ, നമ്മൾ ഒരുപാട് വിശ്വസിച്ച് ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചിരിക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവരിൽ നിന്നും നമുക്ക് ഒരു ദുഃഖമായ അവരിലുള്ള ഒരു ചെറിയ മാറ്റമാവട്ടെ, വലിയ മാറ്റമാവട്ടെ, ഒരു കുഞ്ഞു മാറ്റമാണെങ്കിലും പോലും നമുക്കത് ഒരുപാട് വിഷമമുണ്ട്. മുഖത്ത് വരുന്ന നമ്മളെ കാണുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണ്, ഒരു വ്യക്തിനെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു പറഞ്ഞാൽ അവൻ്റെ കണ്ണിലും മുഖത്തിലും എപ്പോഴെങ്കിലും പുഞ്ചിരിക്കണമെന്നൊന്നുമില്ല, പക്ഷെ അവൻ്റെ നോട്ടത്തിലും ഭാവത്തിലും അവർക്ക് നമ്മളോട് ബഹുമാനമുണ്ടോ സ്നേഹമുണ്ടോ എന്ന് അറിയാൻ പറ്റും. അവർ നോക്കി നമ്മളോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ ആ മുഖത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എൻ്റെ ഉറപ്പ്, അല്ലേ? അപ്പോൾ നമ്മുടെ ഒരാളുടെ മനസ്സ് നമുക്ക് പ്രകടമാകും. അതുപോലെ തന്നെ നമ്മളോട് കാണിക്കുന്ന ഒരു കെയർ, ഇതൊക്കെ ഉണ്ട്, അല്ലേ? അങ്ങനെയുള്ള ഓരോ ചിന്തകളൊക്കെ പെട്ടെന്ന് മാറുമ്പോൾ നമ്മൾ ഒരുപാട് ചില വ്യക്തികളെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തികളെ സ്നേഹിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല, കാലം കഴിയും തോറും നിറം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുമ്പോൾ, അല്ലേ? ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിന് 100 അർത്ഥങ്ങൾ കൽപ്പിച്ച് തിരിച്ച് നിങ്ങൾ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചൂണ്ടുവിരലോട് വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ അപ്പൊക്കെ തകർന്നു പോണ ഹൃദയമുണ്ട്. അതിന് കാരണം നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. കാലാവസ്ഥ പോലും നമുക്കൊരു സൂചന നൽകും മാറുമ്പോൾ, പക്ഷേ മനുഷ്യ മനസ്സുകൾ മാറുമ്പോൾ ഒരു സൂചനയും തരാറില്ല. അതുപോലെ തന്നെ ഒന്നിലും ഏതിലും ഒരിക്കലും മരണം വരെയും സ്നേഹിക്കണം എല്ലാവരെയും, പക്ഷേ അമിതമായ വിശ്വാസം വെക്കരുത്. കാരണം അതൊരു ദിവസം നമ്മുടെ വിശ്വാസം നമ്മളിൽ നിന്നും പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ദുഃഖം അത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അമിതമായ ഒരു ദുഃഖമാണ്, അല്ലേ? എന്താ അത്? അപ്പോൾ അങ്ങനെയുള്ള ദുഃഖങ്ങളൊന്നും ആർക്കും ജീവിതത്തിൽ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ ജീവിതത്തിൽ പ്രയത്നിക്കുന്നത് എന്താ പറഞ്ഞാൽ എല്ലാവരെയും മനസ്സിൽ സ്നേഹിക്കണം. അത് ഭക്ഷണമായാലും ശരി, ജീവിതമായാലും ശരി, ഒന്നും അമിതമായി ഭക്ഷണം കഴിച്ചാൽ എന്താവും? ലോകത്തുള്ള അസുഖങ്ങൾ മുഴുവനും നമുക്ക് വരും. ഇപ്പോൾ എന്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം നമ്മൾ വാരിക്കോരി അങ്ങോട്ട് ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ആ കഴിക്കുമ്പോൾ ഉണ്ടായ സന്തോഷമൊന്നും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവില്ല, വല്ലാത്തൊരു വിമഷ്ടമായിരിക്കും, അല്ലേ? അതുപോലെ തന്നെ അമിതമായി നമ്മുടെ എന്താ പറയുക, ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോഴും അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. അമിതമായി എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടിലും കൂടുതൽ
നമ്മുടെ ഒരു നേട് പോലെ കൊണ്ടു കിടക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ മാറ്റി നിർത്തില്ല എന്ന് വിശ്വാസമുള്ള വ്യക്തികളിൽ നിന്നൊക്കെ ചില രീതിയിലുള്ള അപവാദങ്ങളോ അല്ലെങ്കിൽ ചില രീതിയിലുള്ള മാറ്റങ്ങളോ, അപവാദങ്ങളൊന്നും വേണ്ട, ചെറിയ മാറ്റങ്ങൾ പോലും ഒരുപാട് വേദനകൾക്ക് കാരണം. അപ്പോൾ ഇതിലേക്ക് പരിപ്പിട്ടു. കണ്ടോ, പരിപ്പിട്ടു. നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയായിരുന്നു. യെസ്. എങ്ങനെ പറഞ്ഞു ഞാൻ ഇത് എന്തിനാ ഇഷ്ടം പറഞ്ഞാൽ ഇതിന് വലിയൊരു നോസ്റ്റാൾജി ഉണ്ട്. എന്നുവെച്ചാൽ കർണാടകയിലൊക്കെ ജനിച്ച് വളർന്ന സമയത്ത് മിക്കവാറും എൻ്റെ കൂട്ടുകാരന്മാരുടെ വീട്ടിലൊക്കെ ഒരു പരിപ്പ് കറി നിർബന്ധമായിരിക്കും. അതുണ്ടാവും. അതിൻ്റെ ഒപ്പം ഒരു ഉപ്പേരി ഉണ്ടാവും. ഇത് തന്നെയാണ് അവിടുത്തെ മെയിൻ ഫുഡ്. എന്ന് വെച്ചാൽ പരിപ്പ് കറി ഇല്ലാത്ത ഒരു ദിവസം പോലും അവൻ്റെ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ഉച്ച നേരത്തൊക്കെ അവൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിർബന്ധിച്ച് നമ്മളിത് കഴിപ്പിക്കും. പിന്നെ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് അവിടെയൊക്കെ നോൺ വെജ് വയ്ക്കുള്ളൂ. പിന്നെ ബുധനാഴ്ച ദിവസങ്ങളിൽ മീൻ കറി ആയിരിക്കും. അല്ലേ? ബുധനാഴ്ച മാർക്കറ്റിൽ നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ദിവസമായതുകൊണ്ട് അന്നേ ദിവസം മാർക്കറ്റിൽ പോയിട്ട് തന്നെ മീൻ മേടിക്കുള്ളൂ. അങ്ങനെയല്ല, ഇവിടത്തെ പോലെ ഇങ്ങനെ മിനിറ്റിന് മീൻകാർ വരുന്ന പരിപാടിയൊന്നുമില്ല. വരും, കിട്ടും. പക്ഷെ നല്ല ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ ബുധനാഴ്ച ആയിരുന്നു എൻ്റെയൊക്കെ ആ ചെറുപ്പകാലത്തൊക്കെ, അല്ലേ? ഇപ്പൊക്കെ ദിവസം കിട്ടും. പക്ഷെ അങ്ങനെയുള്ള കാലഘട്ടത്തിൻ്റെ ഓർമ്മകളാണ് ഈ പരിപ്പ് കറിയൊക്കെ. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു പരിപ്പ് കറിക്ക് ഉപ്പേരി മാറി മാറി കഴിക്കും. ഒരു അച്ചാറുണ്ടാവും, ഒരു പപ്പടം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതവർക്ക് ഒരിക്കലും മടി വരാത്തൊരു പ്രശ്നമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം, അല്ലേ? നമുക്ക് പരിപ്പും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അതെ, നമ്മുടെ ഒരു ചെറിയമ്മ വെക്കുന്നുണ്ടായിരുന്നു ഒരു പരിപ്പ് കറി. എത്ര കൂട്ടിയാലും എനിക്ക് മതിയാവില്ല. സത്യം പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണി ഉള്ളപ്പോൾ പോലും ഞാൻ അവിടെ പോയി കഴിച്ചിട്ടുണ്ട്. അതുപോലെ ആവില്ല, അത്രയും ടേസ്റ്റായിട്ട് അതുപോലെ ഒരിക്കലും ആവാറില്ല. അപ്പോൾ ഓടുന്ന വണ്ടി എന്ന് വെച്ചാൽ ഓടുന്ന ട്രെയിനില്ലേ, അതിൽ ചാടിക്കയറാൻ പാടില്ല. ഓടുന്ന മനസ്സിനെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ പൂട്ടിവെക്കാൻ നമ്മൾ ശ്രമിക്കാൻ പാടില്ല. പക്ഷേ എല്ലാവരും മാറില്ല, ചിലർ മാറാത്ത വ്യക്തികളുണ്ടാവും. അതുപോലെ തന്നെ അമിതമായ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ കേട്ടോ, അവരെ പറ്റി പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. അവർ ആ പറഞ്ഞു തീർത്ത ആ സമയത്തോടു കൂടി അവരുടെ മനസ്സിലുള്ള എല്ലാ ഭാരവും അഴുക്ക് വെള്ളം പോലെ ഒഴുകിപ്പോവും. മനസ്സിലായില്ലേ? ഇപ്പോൾ അമ്മ എന്നോട് തന്നെ വെറുതെ ഒരു ഉപമ പറയുകയാണ്. അപ്പോൾ ആരെങ്കിലും പറയണമല്ലോ, ഇപ്പം അച്ഛനെ വിളിച്ചിട്ട് വന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് പറയാൻ പറ്റില്ലല്ലോ. അത് കാരണമുണ്ട്. അമ്മ എന്നോട് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറഞ്ഞു. ഞാൻ ആ ഇഷ്ടപ്പെടാത്ത കാര്യം കേട്ടതിന് ശേഷം ഞാനത് 50 പ്രാവശ്യം വഴിനീളം അമ്മേനെ ഞാൻ പറഞ്ഞു, അമ്മ അങ്ങനെ പറയാൻ പാടില്ല, അമ്മ അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞ് അമ്മയ്ക്ക് എന്ത് തോന്നി, എൻ്റെ മുടി അങ്ങോട്ട് പോയി പിടിച്ചിട്ട് വലിച്ചാലോ അല്ലെങ്കിൽ അമ്മയുടെ തല കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഇടിച്ചാലോ എന്നൊക്കെ തോന്നും. പക്ഷെ ആ നിമിഷം, ആ ദിവസം, കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ ആ ദേഷ്യം അങ്ങോട്ട് അവസാനിച്ച് പോവും അങ്ങോട്ട്. എന്ന് വെച്ചാൽ ഒഴുകിപ്പോണ വെള്ളം പോലെയാണ് ആ ദേഷ്യം. ഒരിക്കലും അവിടെ നിൽക്കില്ല. അതിൻ്റെ പകരം അമ്മ ഒരു കാര്യം പറഞ്ഞു. ആ കാര്യത്തിന് അന്നൊന്നും പ്രതികരിക്കാണ്ട് 6 മാസത്തിന് ശേഷം, കുറേ കാലത്തിന് ശേഷം അതിന് എടുത്തെടുത്ത് ചൂണ്ടിക്കാണിക്കുകയാണ് ശരിക്കുള്ള വേഷം. മനസ്സിലായില്ലേ? അത് മനസ്സിൽ പൂത്തിവെച്ചിട്ട് സമയവും സന്ദർഭം നോക്കിയിട്ട് അതിനെ തിരിച്ചടിക്കാൻ ശ്രമിക്കില്ലേ, അത് മനസ്സിൽ വൈരാഗ്യം കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ അടയാളമാണ്. എപ്പോഴും ഒരുപാട് ദേഷ്യപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ പൊട്ടയാണ്, അല്ലെങ്കിൽ അവരൊക്കെ നശിച്ചു പോയി ഒരിക്കലും നന്നാവില്ല എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. ജീവിതകാലം മുഴുവൻ നല്ല സ്വഭാവം കാണിച്ച് നടക്കുന്നുണ്ടാവും. ഒരു 2-3 മാസം കൂടുമ്പോൾ ഇഷ്ടമില്ലാത്തതിന് സംഭവിക്കുമ്പോൾ അവരങ്ങനെ പറഞ്ഞില്ല എന്നൊരു 50 പ്രാവശ്യം പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ തന്നെ പൊട്ടയായിട്ട് കരുതരുത്. എന്താ അത് ഒരു കാര്യത്തിന് 50 പ്രാവശ്യം പറഞ്ഞുകൊണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. ആ 50 പ്രാവശ്യം പറയുന്നത് എന്താ അറിയോ, അത്രത്തോളം വിശ്വസിച്ച ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള അമിതമായ സ്നേഹമാണത്. മനസ്സിലായില്ലേ? നിങ്ങൾ എങ്ങനെയാണ് എന്നോട് പറഞ്ഞു, എന്നോട് പറയാൻ എങ്ങനെ തോന്നി, ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ അങ്ങോട്ടൊന്ന് പോവും തിരിച്ചു വരും, ഇങ്ങോട്ടൊന്ന് പോവും തിരിച്ചു വരും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യമായിട്ടും പറയാം, അവർ നല്ല മനുഷ്യരാണ്. ചെറിയ കാര്യത്തിൻ്റെ മുകളിൽ ഇവനൊന്നും ഇനി എനിക്ക് വേണ്ട അല്ലെങ്കിൽ അവളൊന്നും എനിക്ക് വേണ്ട എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ ഒരു വ്യക്തി 20 മിനിറ്റോ അരമണിക്കൂറോ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറയണ്ടെങ്കിൽ കുറച്ച് നേരത്തിന് ചെവിയിലൊരു പഞ്ഞു വെച്ചിരുന്നാലും അത് കഴിഞ്ഞ് വരണ ഇരട്ടി സ്നേഹത്തിൽ. അതുപോലെ തന്നെ ഒരാള് എന്താണ് പറയുന്നത്, എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നും ഒരുപാട് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങനെയുള്ളവർ തിരിച്ചു പറയാനും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാണ്ട് ഇതുകൊണ്ട് തന്നെയാണെന്ന് പറയുന്നത് ഒരു മഹാരോഗമാണ്, അല്ലേ? അങ്ങനെയുണ്ടോ? എന്താ അറിയോ, അവര് ഏതോ ഒരർത്ഥത്തിൽ അവരുടെ മനസ്സിലെ ഇത് അവർ പറയുമായിരിക്കും. പക്ഷെ ഇതേ രീതിയിൽ ഇങ്ങനെയാണ് എന്നെ പറഞ്ഞതെന്ന് വിചാരിക്കില്ലേ, അത് അതിലേറെ വലിയ തെറ്റിദ്ധാരണ. അപ്പോൾ
ആ പറയുന്ന ആളും പക്ഷെ ഒന്നുണ്ട്, രണ്ടും. പക്ഷേ നമ്മളൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കില്ലേ, ആ കാര്യം എന്താ നമുക്ക് മാത്രമല്ല അറിയുള്ളൂ, കേൾക്കുന്ന വ്യക്തിക്ക് അറിയില്ലല്ലോ. അത് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലായില്ലേ? എല്ലാവർക്കും എപ്പോഴും വിശദമായിട്ട് പറഞ്ഞോളൂ പറ്റില്ല. അപ്പൊ ഇതുപോലെ പറയുന്ന ആൾക്കാർ ഇതും കൂടി ഇതുപോലെ പറയുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുണ്ടോ? ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയൊക്കെ ഉണ്ട്? എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അവരെന്നെ എങ്ങനെ പറഞ്ഞല്ലോ, അവര് ഏതോ അർത്ഥത്തിൽ പറഞ്ഞതായിരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയണ എത്രയോ ആൾക്കാർ, എൻ്റെ അടുത്ത് എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്, അവരതിനെങ്ങനെ കണക്കാക്കിയെന്ന് പറയും. അതും തെറ്റല്ലേ? അല്ല, അതിലൊരു പോയിന്റും കൂടെ ഉണ്ട് കേട്ടമ്മ. ഇപ്പം അമ്മ ഒരു വ്യക്തിയോട് ഇന്നതാണ് പറയണത്, നമ്മുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എഴുതി വെച്ചെടുക്കണം, അല്ലെങ്കിൽ അമ്മ എന്താ ചിന്തിച്ചെടുക്കണം എന്നുള്ളത് കേൾക്കുന്ന വ്യക്തിക്ക് അറിയില്ലല്ലോ. അപ്പോൾ അയാൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കുറ്റമല്ല, അത് പറഞ്ഞ നമ്മുടെ കുറ്റം തന്നെയാണ്. ഒരാളോട് പറയുമ്പോൾ അതിൻ്റെ വ്യക്തിഗതയോടുകൂടി പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അയാൾ ദേഷ്യപ്പെടുമ്പോൾ പറയണം, ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാണ്ട് എങ്ങനെയാണ് വ്യക്തിക്ക് മനസ്സിലാവുക? ഉദാഹരണം പറയട്ടെ. ഇപ്പൊ നീ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, ആ സ്ഥലം അത്ര നല്ലതല്ലാതെ എനിക്ക് തോന്നിയിട്ട് അപ്പം നീ നിർബന്ധം പിടിച്ചിട്ട് ഞാൻ അവിടേക്ക് പോകണമെന്ന് അറിയണം. അപ്പം ഞാൻ പറയണം, നീ അവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ പോകരുത്, മനസ്സിലായല്ലോ നിനക്ക്? അങ്ങനെ പറയണം. അപ്പം നീ അത് ശരി, എന്താ ഞാൻ അവിടേക്ക് പോയാൽ അവിടേക്ക് എന്നെ പോകണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ അവരായിട്ട് ഞാൻ അങ്ങനെ പാടില്ലേ ഇങ്ങനെ പാടില്ലേ, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നീ പറയും. അപ്പോൾ അതെല്ലാം വിശദീകരിച്ചിട്ട് അപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ല. അവിടെ പോയാൽ അവരിങ്ങനെയാണ്, അത് ഈ കാരണം കൊണ്ടാണ് എന്നുള്ളത് പറയാനുള്ള സന്ദർഭമായിരിക്കില്ല ചിലപ്പോൾ. അപ്പോൾ ആ സന്ദർഭം വിവരിച്ച് പറയാനുള്ള സമയം ഉണ്ടാവില്ല. ആ സമയത്ത് അവിടെ പോകരുതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവായിരിക്കും. അപ്പോൾ അമിതമായി നിങ്ങളെ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ അപ്പം ആ നിമിഷം ആ കാര്യം കേൾക്കുക. അതിനുശേഷം പോയാൽ എന്താ, അവിടെ പോണ്ടെന്ന് പറഞ്ഞില്ലേ, അവര് പോയി ഇവര് പോയി, നമുക്ക് പോവാൻ എനിക്ക് പോകാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ആലോചിക്കണം. എന്തുകൊണ്ടാണ് അവര് അവിടെ പോണ്ടെന്ന് പറയുന്നത്? എന്തായിരിക്കും നമുക്ക് ഇപ്പം ആ സന്ദർഭം? ഇപ്പോൾ ചിലപ്പോൾ എല്ലാവരുടെ മുമ്പിലും വെച്ചിട്ട് നമുക്ക് ഒരാൾക്കത് പറയാൻ പറ്റില്ല. അപ്പം അവരത് ആലോചിക്കണം. എന്താന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും അവിടെ പോണ്ടെന്ന് പറഞ്ഞത്? അത് ഞാൻ പിന്നെ ചോദിച്ച് മനസ്സിലാക്കാം, എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം. അല്ലാണ്ട് പോണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് കടിഞ്ഞു നിറക്കരുത്. അങ്ങനെയുള്ള ചിലരുണ്ടല്ലോ, അവിടെ എന്നെ പോണ്ടെന്ന് പറഞ്ഞവർ, എന്നിട്ട് അവർ അവിടേക്ക് പോയി, ഞാൻ പോയില്ല. അപ്പം നീ പോണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ കാരണം പിന്നീട് മനസ്സിലാക്കുമ്പോൾ തോന്നും അത് ശരിയായിരുന്നു. അത് സമയവും സന്ദർഭവും അനുസരിച്ച് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാണ്ട് ആ നിമിഷത്തിൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഇന്ന ആളായിട്ട് കൂട്ടുവിടാൻ പാടില്ല, ഇന്ന സ്ഥലത്ത് പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതൊരു കാര്യം ഉണ്ടാവും. അതിൻ്റെ കാരണവും സമയവും കൃത്യമായ സമയത്ത് നിങ്ങളോട് പറയും, അല്ലേ? അല്ലാണ്ട് അവിടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വിഷമമൊന്നും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കറിയായി നമുക്കിതൊന്ന് വറവിടാം. നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണം. അവർ അരുതെന്ന് പറഞ്ഞൊരു കാര്യം എന്തുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ഒരു വട്ടമെങ്കിലും നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്, ഒന്നിൻ്റെ മുകളിലും ജീവിതകാലം മുഴുവനും മനുഷ്യർ മാറിക്കൊണ്ടുണ്ടാവും. ഒരാൾക്കും ശാശ്വതമല്ല. അത് കാരണം അമിതമായ സ്നേഹം ഒരു ഭാരമാണ്. അത് ആരോടും സൂക്ഷിച്ചു വെക്കരുത്. അവസാനം നെഞ്ഞത്ത് വെച്ച ഭാരം തലയിൽ വെച്ചൊരു കല്ലിൻ്റെ ഒരു പരിധി വേണം. സ്വന്തമായാലും ഫ്രണ്ട്ഷിപ്പിലായാലും ബന്ധത്തിലായാലും എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെങ്കിൽ നമുക്ക് അതെന്നും നമുക്ക് നിലനിൽക്കും. സ്നേഹം ഒരുപാട് നിങ്ങൾക്ക് സ്നേഹിക്കാം. അപ്പൊ നമ്മളെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അമൃത് അധികമായാൽ അമൃതും വിഷാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങൾ ആരെ വേണമെങ്കിലും സ്നേഹിക്കുക, പക്ഷേ ആ സ്നേഹം അതുപോലെ തിരിച്ചു കിട്ടണമെന്ന് മാത്രം പ്രതീക്ഷിക്കരുത്. സ്നേഹിക്കാൻ ആരുടെയും പെർമിഷനൊന്നും വേണ്ട. ഏത് വ്യക്തിയെ എങ്ങനെ വേണമെങ്കിലും എത്ര ഹിമാലയത്തിൻ്റെ അത്ര വലുപ്പത്തിൽ വേണം നിങ്ങൾക്ക് സ്നേഹിക്കുക. പക്ഷെ ഒരു ലഡുവിൻ്റെ വലുപ്പത്തിലെങ്കിലും അത് തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിക്കരുത്. കിട്ടുമെങ്കിൽ കിട്ടട്ടെ. കിട്ടട്ടെ. നമ്മുടെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ കടമ. അത് സ്നേഹം തിരിച്ച് കിട്ടുകയെന്നുള്ളത് അത് നമുക്ക് കിട്ടിയാൽ കിട്ടട്ടെ, അത് വേണ്ട അല്ലേ? നമുക്ക് യോഗമുണ്ടെങ്കിൽ അത് കിട്ടും, അല്ലെങ്കിൽ ഒരിക്കലും അത് കിട്ടില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരാളിനെ സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ മറവിടാൻ പോവുകയാണ് അല്ലേ? ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ല എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സംഭവിക്കാൻ പോണത്, അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞ സംഭവങ്ങളായിരിക്കും. അവരൊക്കെ കേൾക്കുമ്പോൾ തോന്നും ശരിയാണ്, ഇന്ന കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, ചില അനുഭവങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടാവും. ചിലർ അമിതമായ പ്രതീക്ഷ വെച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടാവും. അവർക്ക് ചെറിയൊരു ബ്രേക്ക് അടിച്ച് ഇതല്ല, ഇങ്ങനെയല്ല, മാറ്റങ്ങൾ സംഭവിക്കാമെന്ന് ചിന്തിക്കാനുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ ചിന്തിച്ച് പോകും.
അങ്ങനെ ഒരു മെസ്സേജ് ഇതിലെല്ലാവർക്കും ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളോട് ഇത് അരുത് എന്ന് പറയുമ്പോൾ അത്രയും വേണ്ടപ്പെട്ടവരാണെങ്കിൽ അതിലെന്തോ ഒരു കാര്യമുണ്ട്, ഇത് മനസ്സിലാക്കാൻ ഒരു മുൻസൂചനയായിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാത്തിനെക്കാട്ടിലും വലുത്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അതിനെക്കാട്ടിലും വലിയൊരു കാര്യമാണ്. ചിലരെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം കടമയാണ്. അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കണം എന്നുള്ള ഒരു നിർബന്ധം നമ്മൾ പിടിച്ചിട്ടൊരു കാര്യമില്ല. കാരണം നീ നൽകുന്നത് തന്നെ നിനക്ക് തിരിച്ച് കിട്ടുന്ന ഒരിക്കലും നീ പ്രതീക്ഷിക്കരുത് അല്ലേ? അപ്പോൾ സാമ്പാറായി. ഇനിയിപ്പോൾ എന്താ ഒരു ഓംലെറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓംലെറ്റ് ഇട്ട് കൊടുക്കുക. ഭാഗ്യത്തിൽ അമ്മ മുട്ട ഇട്ട് തരാന്ന് പറയാണ്ടിരുന്നത്. അപ്പൊ കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഒരു ഉരുളക്കിഴങ്ങ് ഒരിത്തിരി പരിപ്പും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്, പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ടൊരു കറി വെക്കാം. നല്ല ടേസ്റ്റ്. എന്നിട്ട് ഒരു അച്ചാർ നിർബന്ധമാണ്. ഇതിന് കുറച്ച് വെള്ളം പോലെ ഒരു അച്ചാർ നിർബന്ധമാണ്. നമ്മളിവിടെ എന്താ കൊണ്ടാട്ടമുളകോ പച്ചമുളകോ വറക്കുക എന്താ ചെയ്യാ? അപ്പൊ എന്താ പറയുക, ഇത് ഒരുപാട് ഇങ്ങനെ കുറുകിയിട്ട് വെക്കരുത്. കുറച്ച് വെള്ളം പോലെയാണ് ഇത് നല്ലത്. ഒഴിച്ച് കഴിക്കുക, നിറയെ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കില്ലേ, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പൊ ഇത് കൂട്ടി കഴിക്കാൻ വിളിക്കുന്നുണ്ടോ? ഇത് കുട്ടിയല്ല, എന്ത് കുട്ടി കഴിക്കാൻ വിളിച്ചാലും അവർ വരുന്നില്ലല്ലോ. ഇനി അവർ വരട്ടെ, അപ്പൊ ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്താ വേണ്ടിച്ച. ഓക്കെ, അപ്പോ എല്ലാവർക്കും ബൈ.